نورا يغمرني من فيض ضياء. آيات المولى تدفعني نحو العليا والكون. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, സൂറത്തുൽ ഇൻസാനിലെ 31-ാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് അവസാനത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുദ്ഖിലു മൻ യശാഉ ഫീ റഹ്മതിഹി വല്ലാലിമീന അഅദ്ദ ലഹും അദാബൻ അലീമാ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. യുദ്ഖിലു അല്ലാഹു തആല പ്രവേശിപ്പിക്കും മൻ യശാഉ അവൻ ഉദ്ദേശിക്കുന്നവരെ ഫി റഹ്മതിഹി അവൻ്റെ കാരുണ്യത്തിൽ, അവൻ്റെ അനുഗ്രഹത്തിൽ. അതേസമയം അക്രമകാരികളായ ആളുകളോ വല്ലാലിമീന അക്രമികൾക്കാവട്ടെ അഅദ്ദ ലഹും അല്ലാഹു അവർക്ക് തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട് അദാബൻ അലീമൻ വേദനാജനകമായ ശിക്ഷ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ ചേർക്കുന്നവരിൽ നമ്മളെയും റബ്ബ് ചേർത്തി തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ അവൻ ഉദ്ദേശിക്കുന്നവരെ പ്രവേശിപ്പിക്കും. അപ്പോ അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിശാലമാണ്. പല സംഗതികളും ഈ അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ്. നന്മ ചെയ്യാനുള്ള മനസ്സ്, അല്ലെങ്കിൽ നന്മകൾ ചെയ്യാനുള്ള അനുകൂല സാഹചര്യം നൽകൽ, സന്മാർഗം ഉൾക്കൊള്ളാനുള്ള മനസ്ഥിതി ഉണ്ടാവൽ, ഇതൊക്കെ ഈ ഒരു അനുഗ്രഹത്തിന്റെ ഭാഗമാണ് എന്നാണ്. അപ്പൊ യുദ്ഖിലു മൻ യശാഉ ഫി റഹ്മതിഹി എന്നത് വിശാലമായ അർത്ഥത്തിലാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് പറഞ്ഞാൽ തീരാത്ത അത്രയും വിശാലമായി കിടക്കുന്ന സംഗതിയാണ് റഹ്മത്ത്. ആ റഹ്മത്തിന് പാത്രീഭൂതരാവാത്ത ആളുകൾക്ക്, അതല്ലെങ്കിൽ അതിൽ പെടാൻ കഴിയാത്ത ആളുകൾക്ക് അല്ലാഹു തആല ശിക്ഷയും നൽകും എന്ന് തൊട്ടു മുമ്പുള്ള ആയത്തുകളിൽ നമ്മൾ പഠിച്ചു. ഈ അനുഗ്രഹങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. യുദ്ഖിലു മൻ യശാഉ ഫി റഹ്മതിഹി അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ്റെ റഹ്മത്തിൽ പ്രവേശിപ്പിക്കും. അപ്പോൾ റഹ്മത്ത് വിശാലമാണ് എന്ന അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പല നിഅമത്തുകളും പല അനുഗ്രഹങ്ങളും അതിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രവുമല്ല, അങ്ങനെ ആ ഒരു ബോധമുണ്ടാകുമ്പോൾ ആ റഹ്മത്തുകൾക്ക്, ആ നിഅമത്തുകൾക്ക് നന്ദി ചെയ്യാനും കൂടുതൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിന് പാത്രീഭൂതരാവാനും നമ്മളെ സഹായിക്കും, നമുക്ക് കഴിയും എന്നത് സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. അള്ളാഹു തൗഫീഖ് തരട്ടെ, ആമീൻ. നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പല അനുഗ്രഹങ്ങളും ഈ ഒരു റഹ്മത്തിൻ്റെ, അതല്ലെങ്കിൽ ഈ ഒരു കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മൾ ഓർക്കാറില്ല, നമുക്ക് അറിയാഞ്ഞിട്ടല്ല, നമ്മൾ അശ്രദ്ധരായി പോവുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നന്മ ചെയ്യാനുള്ള മനസ്സ്, ആ മനസ്സുണ്ടായാൽ തന്നെ ഇനിയിപ്പോൾ അത് ചെയ്യാനുള്ള സാഹചര്യം, അല്ലേ, അതൊന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇതൊക്കെ അൽഹംദുലില്ലാഹ് നമുക്ക് ഇപ്പോൾ അല്ലാഹു തആല തന്നിട്ടുണ്ട്. നല്ലത് കേൾക്കാനുള്ള അവസരം, നല്ലത് കേട്ടിട്ട് അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ്, പിന്നെ അത് പകർത്താനുള്ള തൗഫീഖ്, അതൊക്കെ റഹ്മത്തിന്റെ ഭാഗമാണ്. ഈ ക്ലാസ് നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്തിന്റെ ഭാഗമാണ്. യുദ്ഖിലു മൻ യശാഉ ഫി റഹ്മതിഹി ആ റഹ്മത്തിൽ നമ്മൾ ഈ ഒരു മേഖലയിൽ നമ്മൾ പെട്ടു എന്ന് നമുക്ക് ആശ്വസിക്കാം. കാരണം ചെവിയുള്ള, കേൾവി ശക്തിയുള്ള എത്ര ആളുകളുണ്ട്. ഇത്തരം നല്ല ക്ലാസ്സുകൾ, പരിശുദ്ധ ഖുർആനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ, ദീനീപരമായ അറിവുകൾ, ഇതൊന്നും കേൾക്കാൻ താല്പര്യപ്പെടാതെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട്, സ്മാർട്ട് ഫോണുകൾ അടക്കം എല്ലാ സൗകര്യവും ഉണ്ടായിട്ട് അതൊക്കെ മറ്റെന്തൊക്കെയോ ചില കാര്യങ്ങൾ പഠിക്കാനും കേൾക്കാനും വായിക്കാനും ആസ്വദിക്കാനും മാത്രം ഉപയോഗിക്കുന്ന ആളുകൾ, അല്ലേ? നമ്മൾ ആ കൂട്ടത്തിൽ അല്ലാഹു തആല പെടുത്തിയില്ലല്ലോ. നമ്മൾ ഖുർആൻ കേൾക്കാൻ സമയം കണ്ടെത്തിയ ആളുകളാണ്. ഖുർആൻ പഠിക്കാൻ, അത് ഉൾക്കൊള്ളാൻ, അത് പകർത്താൻ, അത് വലിയൊരു തൗഫീഖാണ്. അത് ആ റഹ്മത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഇങ്ങനൊക്കെ നോക്കുമ്പോൾ നമ്മളും ആ റഹ്മത്തിൽ പെട്ടു എന്നും അവ എമ്പാടും ആസ്വദിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ നമുക്ക് ആശ്വസിക്കാം. ഇനിയും എമ്പാടും വിശാലമായ ആ റഹ്മത്തിന്റെ പാരാവാരത്തിലേക്ക് കടക്കാൻ, അല്ലെങ്കിൽ അതിലേക്ക് കടത്താൻ അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്യുകയും ചെയ്യാം. റഹ്മത്ത് തീരുവോ? അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടിയാൽ നമുക്ക് മതിയാവോ? ഇല്ലല്ലോ. അള്ളാഹു നമുക്ക് നമ്മൾ ആ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ, ആമീൻ. പലപ്പോഴും നമുക്ക് റഹ്മത്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയൂല എന്നതാണ്. അവിടെയാണ് പ്രശ്നം. അള്ളാഹുവിന് പല കാര്യങ്ങളിലും പല ഹിക്മത്തുകളും ഉണ്ടാവും. അള്ളാഹു നമ്മളോട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന പല കാര്യങ്ങളിലും പല ഹിക്മത്തുകളും തന്ത്രങ്ങളും അള്ളാഹു കണ്ടുവച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല.
ആത്യന്തികമായി ആ സംഗതി നമുക്ക് ചിലപ്പോൾ റഹ്മത്തായിരിക്കാം, പ്രത്യക്ഷത്തിൽ അത് നമുക്ക് ദോഷകരമായി തോന്നുന്നെങ്കിലും അതിന് പിന്നിൽ വലിയൊരു റഹ്മത്ത് അല്ലാഹു തആല കണ്ടിട്ടുണ്ടാവാം. നമുക്ക് റഹ്മത്തുകളെ അത് റഹ്മത്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ വരുന്ന ചില അവസ്ഥാവിശേഷങ്ങളുണ്ട്. അത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കി വെക്കുക. അള്ളാഹു നമ്മളെ കൊണ്ട് ചെയ്യുന്നതൊക്കെ ഖൈറിനായിരിക്കും, അതിലെന്തെങ്കിലും ഖൈറുണ്ടാകും. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കാറില്ല, എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ വരുമ്പോൾ സാരില്ല, ഇൻഷാ അല്ലാഹ് അതിൽ ഖൈറുണ്ടാവും. അള്ളാഹു റഹ്മാനാണ്. അള്ളാഹുവിൻ്റെ ആ റഹ്മത്തിൽ യുദ്ഖിലു മൻ യശാഉ ഫി റഹ്മത്തി എന്ന് പറഞ്ഞാൽ അതിൽ പെടുത്താനാണ് നമ്മൾ മെനക്കെടുന്നത്, അതിൽ പെട്ടുകിട്ടാനാണ് നമ്മൾ അധ്വാനിക്കുന്നത്, അതിൽ ചേർത്ത് തരാനാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അപ്പോൾ അള്ളാഹു നമ്മളെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റഹ്മത്തുണ്ടാവുമെന്ന് നമ്മൾ കരുതുക, ആശ്വസിക്കുക. നമ്മൾക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പോഴേക്ക് നമ്മൾ വല്ലാതെ വേവലാതിപ്പെടും, വേണ്ട. ചിലപ്പോൾ അത് തന്നെ വലിയൊരു റഹ്മത്ത് തരാൻ വേണ്ടി അള്ളാഹു തആല സംവിധാനിച്ചതാവാം ആ ഒരു മുസീബത്ത്. ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, യാ നബി അല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഹൽ റബ്ബുക ളാലിമുൻ ഔ ആദിലുൻ അം ആദിലുൻ, നിങ്ങളുടെ രക്ഷിതാവ് ളാലിമാണോ അതല്ല ആദിലാണോ, അക്രമം ചെയ്യുന്നവനാണോ നീതി പുലർത്തുന്നവനാണോ? ദാവൂദ് നബി അലൈഹി സ്വലാമിന് ദേഷ്യം പിടിച്ചു. വൈഹക്കി അംറ, എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? ഹുവൽ ആദിലുൽ ലദീ ലാ യജൂർ, അള്ളാഹു നീതിമാനാണ് എന്നത് ആർക്കറിയാത്തത്? അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, ആ പെണ്ണിനോട് ദാവൂദ് അലൈഹി സ്വലാം ചോദിച്ചു, എന്താ എൻ്റെ പ്രശ്നം പറയും. അപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, ഞാനൊരു വിധവയായ പെണ്ണാണ്, എനിക്ക് ഭർത്താവില്ല, 3 പെൺമക്കളാണ് എനിക്കുള്ളത്. ഈ 3 പെൺമക്കളുടെയും എൻ്റെയും ജീവിതം ഞങ്ങൾ നോക്കുന്നത് ഞാൻ എൻ്റെ കൈകൊണ്ട് തുന്നിയ വസ്ത്രങ്ങൾ അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റിട്ടാണ്. ഇന്നലെ ഇതേപോലെ ഞാൻ നെയ്തുണ്ടാക്കിയ സാധനങ്ങളൊക്കെ കൂടെ വെച്ച് ഒരു ശീലകഷ്ണത്തിൽ, ഒരു ചുവന്ന ശീലകഷ്ണത്തിൽ അതൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് റെഡിയാക്കി ഞാൻ മാർക്കറ്റിലേക്ക് പോയി അത് വിൽക്കാൻ വേണ്ടി പോകുകയും അങ്ങനെ അവിടുന്ന് കച്ചവടം ഒക്കെ ചെയ്ത് ആ പൈസ കൊണ്ട് മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ മാർക്കറ്റിലേക്ക് പോകുന്നത്. പക്ഷേ ഞാൻ മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയിൽ ഒരു പക്ഷി വരികയും എൻ്റെ കയ്യിൽ നിന്നും ആ ഭാണ്ഡം, ഞാൻ തുന്നിയ വസ്ത്രങ്ങളടങ്ങിയ ആ കെട്ട് എടുത്തുകൊണ്ടുപോവുകയും അത് എൻ്റെ കണ്ണിൽ നിന്നും അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഞാനാകെ സങ്കടപ്പെട്ടു പോയി, ഞാനാകെ ബേജാറായി. പഠിച്ചോണ്ട് ഞാൻ എൻ്റെ കുട്ടികൾക്ക് എന്ത് വാങ്ങിക്കൊടുക്കും, എവിടുന്ന പൈസ ഇനി കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ? ഞാനാകെ ബേജാറായി നേരെ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ ചോദിച്ചത്, ഹൽ റബ്ബുക ളാലിമുൻ അം ആദിലുൻ. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ വാതിലൊരു മുട്ടുകെട്ടു. ദാവൂദ് നബി അലൈഹി സ്വലാം പറഞ്ഞു, വരൂ, അകത്തേക്ക് വരൂ. അപ്പോൾ 10 കച്ചവടക്കാരായ ആളുകളുണ്ട്. ദാവൂദ് നബി അലൈഹി സ്വലാമിലേക്ക് കയറി വന്നു 10 പേർ. അവർ 10 പേരുടെ കയ്യിലും 100 ദീനാറുണ്ട്. 100 ദീനാറ് നബി അല്ലാഹ് എന്നും പറഞ്ഞിട്ട് ദാവൂദ് നബി അലൈഹി സ്വലാമിനെ വിളിച്ചിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകരെ എന്ന് വിളിച്ചിട്ട് കയ്യിൽക്കാൻ കൊടുത്തു. എന്നിട്ട് പറയും, നിങ്ങളിത് ഇതിൻ്റെ അവകാശികൾക്ക് കൊടുത്തേക്കും, അർഹരായ ആളുകൾക്ക് ഈ 100 ദിർഹം നിങ്ങൾക്ക് 100 ദീനാർ നിങ്ങൾ കൊടുത്തോളൂ, ഞങ്ങൾ നിങ്ങൾക്ക് തന്നു. അപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാം ചോദിച്ചു, എന്താപ്പത്, എന്താണ് കഥ, നിങ്ങൾ വിഷയം പറയൂ. അവർ പറയാൻ തുടങ്ങി, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞങ്ങൾ ഒരു വാഹനത്തിലായിരുന്നു, ഞങ്ങൾ പിന്നെന്താണ് പറയാ, കടലിൽ ഞങ്ങൾ കപ്പൽ സഞ്ചാരികളാണ്. ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ വല്ലാത്ത കാറ്റ് വന്നു, ഭയങ്കര കാറ്റ്. ഞങ്ങൾ മുങ്ങിപ്പോകുമെന്ന് പേടിച്ചു പോയി. ആടി ഉലഞ്ഞു ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന കപ്പൽ, അതല്ലെങ്കിൽ ആ ഒരു നൗക എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ബേജാറായി നിൽക്കുന്ന സമയത്ത് ഒരു പക്ഷി ഞങ്ങളടുക്കൽ വന്ന്, ഞങ്ങളുടെ തലക്ക് മുകളിൽ വന്ന് ഒരു ചുവന്ന ഭാണ്ഡം, ഒരു ശീലകഷ്ണം കൊണ്ട് പൊതിഞ്ഞൊരു ഭാണ്ഡം ഞങ്ങളുടെ അടുത്തേക്ക് ഇടുകയും അതിൻ്റെ ഉള്ളിൽ ചില ശീലകഷ്ണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ആ ശീലകഷ്ണങ്ങൾ ആ കെട്ടഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ശീലയുടെ കഷ്ണങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ബോട്ടിന് കേടുവന്ന ആ ഭാഗത്ത് അതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും തീർക്കുകയും അതിൻ്റെ ഓട്ടകളൊക്കെ അടക്കുകയും അത് ശരിയാക്കുകയും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ദുആ ചെയ്തതിൻ്റെ ഫലമായി കാറ്റൊക്കെ അടയുകയും എന്താണ് പറയുക, ആ ഓട്ട അടഞ്ഞത് കാരണം ഉള്ളിലേക്ക് വെള്ളം കയറാതിരിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്തു. ഈ ഒരു അവസരത്തിൽ സന്തോഷം കൊണ്ട് ഞങ്ങൾ അള്ളാഹുവിന് വേണ്ടി നേർച്ച ചെയ്തു. ഞങ്ങളിൽപ്പെട്ട ഓരോരുത്തരും 100 ദീനാർ നേർച്ചയാക്കുകയും ചെയ്തു. ആ നേർച്ചയാക്കിയ പൈസയാണിത്, ഇത് നിങ്ങൾ ആവശ്യമുള്ള ആളുകൾക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് നിങ്ങൾ കൊടുത്തോളിയും എന്ന് ഈ 10 കച്ചവടക്കാരും ദാവൂദ് നബി അലൈഹി സ്വലാമിന് മുമ്പിൽ ബോധിപ്പിച്ചു. അപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാം കൂടി തിരിഞ്ഞ് പെണ്ണിൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, റബ്ബുൻ യത്തജിറു ലക്കി ഫിൽ ബർരി വൽ ബഹരി വതജ്അലിനഹി ളാലിമ,
വതജ്അലീനഹു ളാലിമ. ഒരു റബ്ബ് യത്തജിറു ലക്കി ഫിൽ ബർരി വൽ ബഹരി, കടലിലും കരയിലും നിനക്ക് കച്ചവടം ചെയ്തു തരുന്ന റബ്ബ്. എന്നിട്ട് വതജ്അലീനഹു ളാലിമ, നീ അവനെയാണോ അക്രമിയാക്കുന്നത്? നീ എന്തെൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചത്? അള്ളാഹു ളാലിമാണോ ആദിലാണോ എന്നല്ലേ നീ എന്നോട് ചോദിച്ചത്? ഇപ്പൊ കണ്ട നിനക്ക് കരയിലും നിനക്ക് വേണ്ടി കച്ചവടം ചെയ്യുന്നു റബ്ബ്, പിന്നെ കടലിലും നിനക്ക് വേണ്ടി കച്ചവടം ചെയ്യുന്നു റബ്ബ്. എന്നിട്ട് ഹൽ തജ്അലീനഹു ളാലിമൻ, ആ റബ്ബിനെ നീ ളാലിമാക്കുകയാണോ? സുബ്ഹാനല്ലാഹ്. 1000 ദീനാർ ആ പെണ്ണിനെ കൊടുത്തു എന്നാ. എന്നിട്ട് പറഞ്ഞു പോയിക്കോ, കുട്ടികൾക്ക് പോയിക്കോ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാണ്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആലോചിച്ച് നോക്കാണ്. എന്തിനാണ് ആ പെണ്ണ് അങ്ങാടിയിലേക്ക് പോകുന്ന സമയത്ത് ആ പക്ഷി വന്ന് ആ ഭാണ്ഡം കൊത്തിയെടുക്കുകയും ഈ കടലിൽ ബുദ്ധിമുട്ടിയ ആളുകൾക്ക് അത് ഇട്ടുകൊടുക്കുകയും അതുകൊണ്ട് ആ കടലിൻ്റെ ഓട്ടകൾ അവർ ശരിക്കും അടക്കുകയും അങ്ങനെ രക്ഷപ്പെടാൻ കാരണമാവുകയും ചെയ്തു? അള്ളാഹുവിൻ്റെ ഹിക്മത്ത് ആലോചിച്ച് നോക്കണം. പ്രത്യക്ഷത്തിൽ വരുന്ന മുസീബത്തുകൾ നമ്മൾ ഒരിക്കലും അതിൽ വേവലാതിപ്പെടരുത്. അത് വന്നിട്ട് അള്ളാഹുവിനെ നമ്മൾ ആക്ഷേപിക്കരുത്. അള്ളാഹുവിനോട് നമുക്ക് അനിഷ്ടം തോന്നരുത്. അതിൻ്റെ പിന്നിൽ ഖൈർ വരാനുണ്ടാവാം എന്ന് കരുതണം. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇങ്ങനെയാണ്, വളരെ വിശാലമാണ്. ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല നമ്മളോട് റഹ്മത്ത് ചെയ്യുമെന്ന് നിരവധി ഹദീസുകളിലുണ്ട് അല്ലേ? സുബ്ഹാനല്ലാഹ്. ആഖിറു മൻ യദ്ഖുലുൽ ജന്നത റജുലുൻ, ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, സ്വർഗത്തിൽ അവസാനമായി പ്രവേശിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കാൻ ഇങ്ങനെ വരും, അന്ന് വീഴും, വീണ്ടും വേണിയേക്കും, പിന്നെയും വരും, ഇങ്ങനെ വന്ന് അവസാനം എന്താവും? ഇടക്ക് നരകത്തിൻ്റെ ചൂട് ആൾക്കറിയാം. എന്നിട്ട് അത് എങ്ങനെയൊക്കെ ചാടിക്കടന്ന് കുറച്ച് ഇപ്പുറത്തേക്ക് എത്തും. അങ്ങനെ അവസാനം അള്ളാഹിൻ്റെ അടുത്തേക്ക് വന്നിട്ട് സ്വർഗത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അള്ളാഹുവിനോട് പറയും, തബാറക്കല്ലദീ നജ്ജാനി മിൻക്. എന്താ പറയുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നരകത്തിൻ്റെ ചൂട് തട്ടിയിട്ട് പിന്നെ രക്ഷപ്പെടുമ്പോൾ അദ്ദേഹം നരകത്തിലേക്ക് നോക്കിയിട്ട് പറയും, അള്ളാഹുവിന് ഒരുപാട് സ്തുതി, എന്നെ നിന്നും രക്ഷിച്ചല്ലോ. ഏതായാലും അദ്ദേഹം അവിടെ നിന്നൊക്കെ കടന്നു വന്ന് അവസാനം എന്താണ് പറയുക, സ്വർഗത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് ഒരു മരം ഇങ്ങനെ അദ്ദേഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും അല്ലാഹു തആല. അപ്പോൾ അള്ളാഹു ചോദിക്കും, പഠിച്ചവനെ, ആ മരം എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമോ? ഞാനതിൻ്റെ തണലിലൊന്ന് നിൽക്കട്ടെ, ഞാൻ അതിൽ നിന്ന് കിട്ടുന്ന പഴങ്ങളൊന്ന് കഴിക്കട്ടെ, ഞാൻ അതിൻ്റെ അരുവിൽ ഒഴുകുന്ന അരുവിൽ നിന്ന് കുടിക്കട്ടെ. അപ്പോൾ അല്ലാഹു തആല പറയും, അല്ല മനുഷ്യ, ഞാൻ ഇതല്ലാത്ത വേറെ നിനക്ക് എന്തെങ്കിലും തന്നാലോ? നീ ഇപ്പോൾ ഒരു മരമല്ലേ നീ എന്നോട് ചോദിച്ചത്, ഞാൻ വേറെ എന്തെങ്കിലും തന്നാലോ? അപ്പോൾ അദ്ദേഹം പറയും, ലാ യാ റബ്ബ്, അല്ല സോറി, ഒരു മരം നീ എനിക്ക് തരുമോ? ആ മരത്തിൻ്റെ ചുവട്ടിൽ ഞാനൊന്ന് ഇരിക്കട്ടെ, അതിൻ്റെ വെള്ളം, അതിൻ്റെ അടിയിലൂടെ ഒഴുകുന്ന വെള്ളം ഒന്ന് കുടിക്കട്ടെ എന്ന് അല്ലാഹു തആല പറഞ്ഞപ്പോൾ അല്ലാഹു തആല ചോദിച്ചത്രേ, ആയിക്കോട്ടെ ഞാൻ തരാം, പക്ഷെ നീ വേറെ വല്ലതും ചോദിക്കുമോ? ഇനി ഇതിലപ്പുറം നീ എന്തെങ്കിലും ചോദിക്കുമോ? ഇല്ല റബ്ബേ, ഞാൻ ഒന്നും ചോദിക്കില്ല, എനിക്കത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു തആല എന്തായി? അത് കൊടുത്തത്രേ. അങ്ങനെ അത് കൊടുത്ത് അതിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലേറെ വലിയ രസമുള്ള ഭംഗിയുള്ള മറ്റൊരു മരം അദ്ദേഹത്തിന് മുന്നിലേക്ക് അല്ലാഹു തആല പ്രത്യക്ഷപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അയാൾ പറഞ്ഞു, പഠിച്ചവനെ, ആ മരം അതിൻ്റെ അടുത്തേക്ക് ഒന്ന് എന്നെ കൊണ്ടുപോകുമോ? അല്ലെങ്കിൽ അതൊന്ന് എൻ്റെ അടുത്തേക്ക് കൊണ്ടുതരുമോ? ആദ്യത്തേതിലേറെ ഭംഗിയുണ്ടല്ലോ, വലിയ മരമാണല്ലോ അത്. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഈ നേരത്തെ പറഞ്ഞില്ല എന്നോട് വേറൊന്നും ചോദിക്കൂലെന്ന്, ഇനി നീ വേറെ എന്തെങ്കിലും ചോദിക്കും എന്നോട്? ഇത് ഞാൻ എനിക്ക് തരാം, വേറെ എന്തെങ്കിലും ചോദിക്കുമോ? ഇല്ല റബ്ബേ, ഇനി ഞാൻ ചോദിക്കൂല, ഇനി ഞാൻ ചോദിക്കൂല, എനിക്കിത് മതി. ഞാൻ അല്ലാഹു തആല എന്താവും അതും കൊടുക്കും. അത് കൊടുത്തിട്ട് അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ അദ്ദേഹം ഇതേപോലെ എന്താ പറയുക ആസ്വദിച്ച് അതിൻ്റെ നിഴലിലൊക്കെ ഇങ്ങനെ ഇരുന്ന് സുഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു തആല മറ്റൊരു മരം ആദ്യത്തേക്കാളും സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ അടുക്കലാണ്, സ്വർഗത്തിലേക്ക് എത്തിയിട്ടില്ല ഇയാൾ, സ്വർഗത്തിന് മുമ്പാണ് അതൊക്കെ സംഭവം. ആ സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ അടുക്കൽ വെച്ച് വലിയ ആദ്യത്തെ 2 മരങ്ങളെക്കാളും സൗന്ദര്യമുള്ള മറ്റൊരു മരം അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കും. അപ്പോൾ അദ്ദേഹം ആദ്യത്തെ വാഗ്ദാനമൊക്കെ മറന്നിട്ട് പറയും, പഠിച്ചവനെ, എൻ്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുതരുമോ? അതൊന്ന് എനിക്ക് എത്തിച്ചു തരുമോ? ഞാൻ അതിൻ്റെ ചുവട്ടിലൊന്ന് ഇരിക്കട്ടെ. അപ്പോൾ അല്ലാഹു തആല പറയും, മനുഷ്യ, നീ എന്നോട് പറഞ്ഞില്ലേ ഇനി ഞാൻ ഒന്നും ചോദിക്കൂല എന്ന്? ആയിക്കോട്ടെ, എന്തായാലും കുഴപ്പമില്ല, എന്താണ് പറയുക, ഞാൻ ഇതുകൂടെ നിനക്ക് തരാം. അങ്ങനെ അല്ലാഹു തആല ആ മരത്തിൻ്റെ അടുത്തേക്കും ആ മനുഷ്യനെ എത്തിക്കുകയാണ്. ആ മരത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേ അപ്പോഴാണ് ഇയാൾ സ്വർഗത്തിലുള്ള ആളുകളുടെ ശബ്ദം കേൾക്കുന്നത്. സ്വർഗത്തിൻ്റെ അടുത്താണല്ലോ വാതിൽ, ഈ മരം എന്ന് നമ്മൾ പറഞ്ഞല്ലോ, സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ അടുത്താണ്. അപ്പോൾ സ്വർഗത്തിലെ ആളുകളുടെ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ഇയാൾ അള്ളാഹിനോട് പറയും, പഠിച്ചോനെ, ഒന്ന് എന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി തരുമോ? ഒന്ന് സ്വർഗത്തിനുള്ളിലേക്ക് കടത്തി തരുമോ? അപ്പോൾ അള്ളാഹു പറയുന്നത്രേ, മനുഷ്യ, എന്താണ് നീ എന്താണ് പറയുക, ഒരുപാട് കാര്യങ്ങൾ എന്നോട് ചോദിക്കൂല എന്ന് പറഞ്ഞിട്ട് പിന്നെ നിന്നോട് ചോദിക്കണം. ആയിക്കോട്ടെ, എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ എനിക്ക് എന്താണ് പറയുക, സ്വർഗത്തിലേക്ക് കടത്താനാണ് ഇപ്പോൾ നിന്നോട് പറഞ്ഞത്. ഞാൻ നിനക്ക്, നീ ഇപ്പോൾ തിരിച്ചു വന്ന ദുന്യാവില്ലേ, ആ ദുന്യാവും അതുപോലത്തതും നിനക്ക് തന്നാൽ, ഞാൻ ആ ദുന്യാവും അതിൻ്റെ ഇരട്ടി നിനക്കാണ് തന്നാലോ? എന്തായിരിക്കും അവസ്ഥ? ഞാൻ തരട്ടെ എന്ന് വെച്ചു.
അപ്പോൾ അള്ളാഹു താലാനോട് ഈ മനുഷ്യൻ പറയാണ്, പഠിച്ചോനെ അത്തസ്തഹ്സിഉ മിന്നി വഅൻത റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീനായ തമ്പുരാൻ നീ എന്നെ കളിയാക്കാണോ? ദുനിയാവും അതിലിരട്ടി എനിക്ക് തരട്ടെയെന്നോ? നീ എന്നെ കളിയാക്കാണോ റബ്ബേ? അപ്പോൾ ഈ ഹദീസ് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു എന്നാണ്. സ്വഹാബത്ത് ചോദിച്ചു, നബി എന്തിനാണ് നിങ്ങൾ ചിരിച്ചത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല ചിരിച്ചത്രേ. അത്തസ്തഹ്സിഉ മിന്നി വഅൻത റബ്ബുൽ ആലമീൻ എന്നീ മനുഷ്യൻ ചോദിച്ചപ്പോൾ, റബ്ബേ നീ എന്നെ കളിയാക്കാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു തആല ചിരിച്ചത്രേ. അപ്പോൾ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസ് പറഞ്ഞപ്പോൾ ചിരിച്ചത്. അപ്പോൾ അള്ളാഹു പറഞ്ഞത്രേ, എടാ ഞാൻ കളിയാക്കുന്നല്ല, ഇന്നി ലാ അസ്തഹ്സിഉ മിൻക, ഞാൻ നിന്നെ കളിയാക്കിയതല്ല, വലാകിന്നി അലാ മാ അശാഉ ഖാദിർ, ഞാൻ എന്തുദ്ദേശിച്ചോ അതൊക്കെ ചെയ്യാൻ കഴിവുള്ള ആളാണ്, നിനക്ക് ദുനിയാവും അതിലിരട്ടിയും തരാം. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ വിശാലത ആലോചിച്ച് നോക്കൂ നിങ്ങൾ. സ്വർഗത്തിൽ അവസാനമായി കിടക്കണ ഇടങ്ങേറായി വീണ് എണീറ്റ് നരകത്തിൻ്റെ ചൂടൊക്കെ തട്ടി അങ്ങനെ അവസാനം സ്വർഗത്തിൻ്റെ വാതിലെത്തി അവസാനം സ്വർഗത്തിലേക്ക് കിടക്കുന്ന ഒരു മനുഷ്യന് കൊടുക്കാൻ പോകുന്ന സുഖമാണത്. ദുനിയാവും അതിലിരട്ടി. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിശാലമാണ്. അള്ളാഹു റഹ്മത്ത് നമ്മൾ ചേർത്ത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി സമയം നമുക്ക് പറയാം. സുബ്ഹാനകല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.